നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ തീക്കുഴിയിലേക്ക് തള്ളിവിടുന്ന നിർണായക നീക്കങ്ങളുമായി അമേരിക്കയും ഇസ്രയേലും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ താൽക്കാലികമായി നിലനിൽക്കുന്ന വെടിനിർത്തൽ പൂർണ്ണമായി തകരുന്നതായും ഇറാനെതിരെ മറ്റൊരു ശക്തമായ സൈനിക നീക്കത്തിന് യുഎസും ഇസ്രയേലും സംയുക്തമായി തുടങ്ങുന്നതായും സൂചനകൾ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ ഞായറാഴ്ച നടത്തിയ നിർണായക ടെലിഫോൺ സംഭാഷണമാണ് ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാല സമാധാന കരാറുകളോ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരങ്ങളോ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സൈനികാക്രമണത്തിന് ഒരുങ്ങുന്നത്. അടിയന്തര ചർച്ചകൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ മേഖലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് അമേരിക്ക ഇസ്രയേൽ സഖ്യം വീണ്ടും യുദ്ധനീക്കങ്ങൾ ശക്തമാക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ യുഎസും ഇസ്രയേലും ഇറാനുമേൽ നടത്തിയ സംയുക്ത ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ട്രംപ് ഭരണകൂടം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഓപ്പറേഷൻ സ്ലെഡ്ജ് ഹാമർ എന്ന പുതിയ കോഡ് നാമത്തിൽ ഇറാനെതിരെ അതിശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പെന്റഗൺ പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന രഹസ്യ വിവരങ്ങൾ. ഫെബ്രുവരി 28-ന് ഇരു രാജ്യങ്ങളും ഇറാനിൽ നടത്തിയ ആദ്യഘട്ട ആക്രമണങ്ങൾ ആഗോളതലത്തിൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധിക്കും ഇന്ധനവില വർധനവിനും കാരണമായിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം രണ്ടാം ഘട്ട യുദ്ധം ഏതു നിമിഷവും പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ഭീതിയിലാണ് ആഗോള സമൂഹം. യുഎസ് പ്രസിഡന്റുമായുള്ള അരമണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ജെറുസലേമിലെ തന്റെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തു. ഇസ്രായേൽ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് അനുസരിച്ച് വിദേശകാര്യമന്ത്രി ഗിദിയോൻ സർ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, ധനമന്ത്രി ബെസാലെൽ സ്മോട്രിച്ച്, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗിർ, ഷാസ് പാർട്ടി അധ്യക്ഷൻ അര്യ ദേരി തുടങ്ങിയ പ്രമുഖർ ഈ അടച്ചിട്ട മുറിയിലെ ചർച്ചയിൽ പങ്കെടുത്തു. ട്രംപുമായുള്ള ഫോൺ കോളിന് തൊട്ടുമുൻപ് നടന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിലും നെതന്യാഹു കടുത്ത ഭാഷയിലാണ് സംസാരിച്ചത്. ഇറാന്റെ കാര്യത്തിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈന സന്ദർശനം കഴിഞ്ഞെത്തിയ ട്രംപിൽ നിന്നുള്ള നിർണായക വിവരങ്ങളും ചർച്ച ചെയ്തതായി നെതന്യാഹു സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചൈനീസ് പര്യടനത്തിൽ നിന്നുള്ള വിലയിരുത്തലുകളും മറ്റു പല കാര്യങ്ങളും ഞാൻ കേൾക്കുകയുണ്ടായി. നിലവിൽ ഒട്ടനവധി സാധ്യതകൾ മുന്നിലുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ പൂർണ്ണ സജ്ജമാണ് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഫോൺ സംഭാഷണം അവസാനിച്ചയുടൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ഇറാനെതിരെ കടുത്ത ഭീഷണി മുഴക്കി. ഇറാനുള്ള സമയം അതിവേഗം അവസാനിക്കുകയാണ് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. സമാധാന പ്രദേശങ്ങളിൽ എത്രയും വേഗം അനുകൂല തീരുമാനമെടുക്കുക, ഇല്ലെങ്കിൽ ഇറാൻ എന്ന രാജ്യത്ത് ഒന്നും അവശേഷിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ പോസ്റ്റ്. ഇതിനു പിന്നാലെ ചൊവ്വാഴ്ച, അതായത് മെയ് 19-ന് വൈറ്റ് ഹൌസിലെ അതിസുരക്ഷാ വിഭാഗമായ സിറ്റുവേഷൻ റൂമിൽ ട്രംപ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടെന്ന് വാഷിംഗ്ടൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ടും ചെയ്തു. ഈ യോഗത്തിൽ ഇറാനെതിരെയുള്ള പുതിയ സൈനിക നടപടിയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുമെന്നാണ് കരുതുന്നത്. ശനിയാഴ്ച ട്രംപ് പങ്കുവച്ച ഒരു AI നിർമ്മിത ചിത്രവും ഇതിനോടൊപ്പം വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. കൊടുങ്കാറ്റ് നിറഞ്ഞ കടലിൽ യുഎസ് നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്ക് മുന്നിൽ താനും ഒരു നേവി അഡ്മിറലും നിൽക്കുന്ന ചിത്രമായിരുന്നു അത്. അതിലൊരു കപ്പലിൽ ഇറാന്റെ പതാക ദൃശ്യമാണ്. ചിത്രത്തിന് മുകളിൽ ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇറാനുമായി ഒരു ഉടമ്പടിയിലെത്താൻ ഇപ്പോഴും നേരിയ സാധ്യതയുണ്ട് എന്ന് ട്രംപ് ചില അഭിമുഖങ്ങളിൽ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. ഞങ്ങൾക്കൊരു കരാറിലെത്താൻ താല്പര്യമുണ്ട്, എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിലേക്ക് അവർ എത്തിയിട്ടില്ല. ഒന്നുകിൽ അവർ ആ നിലവാരത്തിലേക്ക് എത്തണം, അല്ലെങ്കിൽ അവർക്ക് കടുത്ത പ്രഹരമേൽക്കുമെന്നാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിലെയും ഗൾഫ് മേഖലയിലെയും സുരക്ഷാ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ പുതിയ ആക്രമണം ലോക എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര സമാധാനത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്ക ഉയരുകയാണ്. സമാധാന ചർച്ചകളുടെ മറവിൽ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന ആരോപണവും ശക്തമാണ്. ഇറാനെ പൂർണ്ണമായി മുട്ടുകുത്തിക്കാനുള്ള നീക്കമാണെന്ന വിലയിരുത്തലുകളും ഇതിനിടെ പുറത്തുവരുന്നുണ്ട്. ചർച്ചയ്ക്ക് അവസാനം ലോകത്തിന്റെ ഗതി എന്താകുമെന്ന് ഇനി കാത്തിരുന്ന് കാണണം.